അടുത്ത വാർത്ത പാലക്കാട് നിന്നാണ്. പാലക്കാട് ചാലിശ്ശേരിയിലെ ഒരു അംഗൻവാടി ടീച്ചറുടെ ശബ്ദ സന്ദേശമാണ്. ജീർണിച്ച അവസ്ഥയിലുള്ള അംഗൻവാടി കെട്ടിടമാണ് ഉള്ളതെന്നും ഇങ്ങോട്ട് കുട്ടികളെ അയക്കരുതേ എന്ന അപേക്ഷയുമാണ് ഈ ശബ്ദ സന്ദേശത്തിൽ ഉള്ളത്. ആദ്യം അത് കേട്ടു നോക്കാം. ഹലോ, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ അംഗൻവാടി ഏത് നിമിഷം വീഴാ ജനങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ കുട്ടികളോട് വരണ്ടാന്ന് പറയുക. കാരണം 2 തൂണും ചെരിഞ്ഞ് ഏത് നിമിഷം വീഴാന്നുള്ളൊരു സാഹചര്യത്തിലാണ്. നമ്മൾ കുറെ പ്രാവശ്യമായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നു. ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. പിന്നെ ആരും കുട്ടികളെ പറഞ്ഞയക്കണില്ല എന്നാ പറയുന്നത്. കാരണം അതുകൊണ്ട് മറിഞ്ഞ റോഡ് വീണാലും പെട്ടെന്ന് കുട്ടികൾക്ക് അങ്ങനെ അരിക്കു കൂടെ പോവാനുള്ളൊരു ബുദ്ധിയൊന്നുള്ള കുട്ടികളല്ലല്ലോ. 2 മുതൽ 4 വരെ ഉള്ള കുട്ടികളാണ് നമ്മുടെ അംഗൻവാടിയിൽ ഉള്ളത് തന്നെ. അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ പറഞ്ഞാൽ എനിക്കും പേടിയാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അതാകെ വിഷയമാവും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് അതിന് വേണ്ടപ്പെട്ട നടപടി പഞ്ചായത്തുമായിട്ട് ചെയ്യണം എല്ലാവരും എന്നുള്ള അപേക്ഷയാണ്. ഇന്ന് മുതൽ ഞാൻ കുട്ടികളോട് വരണ്ടെന്ന് പറയുകയാണ്. കാരണം അത്രയൊരു അപകടാവസ്ഥയാണ് അത്. പാലക്കാട് ചാലിശ്ശേരിയിലെ ഒരു അംഗൻവാടി ടീച്ചറാണ് ഇങ്ങനെ പറയുന്നത്. ദയനീയമായ ഒരു അപേക്ഷയാണ് ഇത്. വിഷ്ണു പട്ടാമ്പി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, പലവട്ടം പലരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ ഇക്കാര്യങ്ങൾ, പക്ഷേ ഒന്നും നടന്നിട്ടുമില്ല. അംഗൻവാടിയുടെ ദൃശ്യങ്ങൾ കാണുന്നുമുണ്ട്. എന്തെങ്കിലും നടപടി ഇതിന് ശേഷമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ മന്ത്രി ഇടപെട്ടു എന്നാണല്ലോ, എന്താണ് വിവരങ്ങൾ? അംഗൻവാടി കെട്ടിടം അപകടാവസ്ഥയിലാണ്. ഇക്കാര്യം പാലക്കാട് ചാലിശ്ശേരിയിലെ ടീച്ചർ തന്നെ, അംഗൻവാടി ടീച്ചർ തന്നെ ഇത് രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു. ഈ ശബ്ദം വെളിയിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ മന്ത്രി MP രാജേഷ് അടിയന്തരമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ അംഗൻവാടി കെട്ടിടം പൊളിച്ചു മാറ്റണം എന്നുള്ള നിർദ്ദേശമാണ് മന്ത്രി MP രാജേഷ് നൽകിയിരിക്കുന്നത്.